നിങ്ങൾക്ക് എല്ലാവർക്കും മിസസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ശോഭിത. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പഴം വെച്ചിട്ടുള്ള നല്ലൊരു ടേസ്റ്റി മിൽക്ക് ഷേക്കാണ്. അപ്പോൾ അതിനായി ഞാനിവിടെ പൂവമ്പഴം എടുത്തിരിക്കുന്നത്. പൂവമ്പഴം ഇല്ലെങ്കിൽ നമുക്ക് ഞാലിപ്പൂവൻ എടുക്കാം, ഏത്തപ്പഴമോ ചെറുപഴമോ ചിങ്ങമ്പഴമോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഏത് പഴം എടുത്താലും അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ ഇത് ഞാൻ 4 എടുത്തിട്ടുണ്ട്. ചെറിയ പഴമായതുകൊണ്ടാണ് കേട്ടോ 4 എടുത്തത്, അല്ലെങ്കിൽ നമുക്ക് 3 മതിയാകും. ഒരു മീഡിയം സൈസ് ഗ്ലാസ്സിലാണ് നമ്മൾ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്നതെങ്കിൽ 2 ഗ്ലാസ് മിൽക്ക് ഷേക്ക് ഇതുകൊണ്ട് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് കട്ട് ചെയ്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ 3 മാത്രം കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഒരെണ്ണം നമുക്ക് സെർവ് ചെയ്യാൻ നേരത്ത് എടുക്കാനുള്ളതാണ്. മിൽക്ക് ഷേക്കിന് നല്ല തണുപ്പുള്ളതായിരിക്കും എപ്പോഴും ടേസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് ഞാനിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്തേക്കൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ അതാ 3 പഴവും കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നത്. ഓരോരുത്തർക്കും വേണ്ട മധുരം അനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇതിനകത്തേക്ക് നമുക്ക് ഐസായി തുടങ്ങിയ പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അത് 1 കപ്പോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഫ്രീസറിൽ വെച്ച് ഐസാക്കിയിട്ട് ഒന്ന് ഉടച്ച് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്താണ് കേട്ടോ. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച പഴം ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പഴം കുറച്ച് പഴത്തിന് തണുപ്പുണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ഇനി ഇതിനകത്തേക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. നമ്മുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് ഇട്ട് കൊടുക്കാം. കപ്പലണ്ടി ആണെങ്കിൽ അതൊന്ന് വറുത്തിട്ട് തോലൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്ത തേങ്ങയാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതിട്ടൊന്ന് ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇനി നമ്മൾ അടിച്ചു വെച്ച പഴം ഈ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒരു സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് കൊടുത്തേക്കണേ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ സപ്പോർട്ടും കൂടെ ചെയ്തേക്കണം. പിന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസും കണ്ട് അഭിപ്രായങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കണേ, ഒരു 1/4 ഭാഗത്തോളം ആകാൻ വേണ്ടി. എന്നിട്ട് ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് കോൺഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ഇനി കോൺഫ്ലേക്സ് ഇല്ലെങ്കിൽ നമുക്ക് വറുത്ത അവൽ ചേർത്ത് കൊടുക്കാം. ഐസ്ക്രീം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ, അല്ലാണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം. പിന്നെ എനിക്ക് എന്തെങ്കിലും നിർദ്ദേശം തരാനുണ്ടെങ്കിൽ അതും എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊന്ന് ഷെയറും കൂടെ ചെയ്തേക്കണേ. താങ്ക്